ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമുക്ക് ഈ പോർഷെ പോലുള്ള അത്യാഡംബര കാറുകളൊക്കെ എങ്ങനെയാണ് ട്രെയിലറിൽ ലോഡ് ചെയ്യുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് ഈ കാറിനെ ഒരു ടെമ്പററി ഫ്ലോറുമായിട്ട് ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ വീലിൽ ബെൽറ്റുകളും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് ഈ കാറിനെ ഒരു ടെമ്പററി ഫ്ലോറിൽ ഫിക്സ് ചെയ്യും. അതിനുശേഷം ഈ കാറിനെ ഒരു ഫോർക്ക് ലിഫ്റ്റ് ഉപയോഗിച്ച് ഈ ഫ്ലോറോടുകൂടി ട്രെയിലറിൻ്റെ അടുത്തേക്ക് ലോഡ് ചെയ്യാനായിട്ട് കൊണ്ടുവരും. അലൈൻമെൻറ്റും ലോഡിൻ്റെ ഹൈറ്റും ഒക്കെ കറക്റ്റ് ചെയ്തതിന് ശേഷം മറ്റൊരു ഫോർക്ക് ലിഫ്റ്റ് കൊണ്ടുവന്ന് ഈ കാറിനെ ഈ ട്രെയിലറിൻ്റെ ഉള്ളിലേക്ക് കയറ്റുകയാണ് ചെയ്യുന്നത്. ഈ ട്രെയിലറിൻ്റെ ഫ്ലോറിനൊരു പ്രത്യേകതയുണ്ട്, അതൊരു മൂവിങ് ഫ്ലോറാണ്. അതായത് വാക്കിംഗ് ഫ്ലോർ എന്ന് പറയും. അതിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അതിൻ്റെ ഉള്ളിലേക്ക് പാലറ്റോ ലോഡോ എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് അത് മെക്കാനിക്കലി ഉള്ളിലേക്ക് പോവുകയോ അല്ലെങ്കിൽ പുറത്തേക്ക് വരികയോ എന്തെങ്കിലും ചെയ്യും. ലോക്കൽ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഫ്ലൈറ്റിലൊക്കെ വരുന്ന ഇതുപോലത്തെ ഗുഡ്സൊക്കെ നമ്മൾ ട്രെയിലറിലേക്ക് ലോഡ് ചെയ്യുന്നത്. ഇത് ലോഡ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യണം, കാരണം വില കൂടിയ വണ്ടികളും ഒക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് അവർ വളരെ കെയർഫുള്ളായിട്ടായിരിക്കും ഇതൊക്കെ ചെയ്യുന്നത്. സോ വൺസ് ഇത് ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ലോഡ് സെക്യൂർ ചെയ്യുന്നതാണ് മെയിനായിട്ടുള്ള ജോലി. അപ്പം നോക്കുക, എല്ലാ സേഫ്റ്റി ആസ്പെക്റ്റും ചെക്ക് ചെയ്തിട്ട് മാത്രമേ നമ്മൾ നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. ഇങ്ങനത്തെ കാർഗോ ഫ്ലൈറ്റുകളിലാണ് ഇതുപോലുള്ള കാറൊക്കെ വരാറ്. അപ്പോൾ നമ്മൾ ലോഡൊക്കെ ചെയ്തതിന് ശേഷം ഡോക്യുമെൻ്റ് വെരിഫിക്കേഷനൊക്കെ കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. എന്നാൽ മാത്രമേ നല്ല നല്ല വീഡിയോസ് ചെയ്യാനായിട്ട് നമുക്കൊരു ഇൻസ്പിറേഷൻ കിട്ടുള്ളൂ. അപ്പോൾ അടുത്ത പ്രാവശ്യം കാണുന്നവരേക്കും ചൂസ്.